ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു നോൺ വെജ് മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ബീഫ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മസാല ദോശ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വെജിറ്റബിൾ മസാല ദോശയാണ്. പക്ഷേ അടിപൊളിയായിട്ടുള്ള നോൺ വെജ് മസാല ദോശയും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു 1/2 കിലോ ബീഫുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഒന്ന് ഉടയുന്ന പരുവം വരെ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ദോശയ്ക്കായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത 2 സവോളയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞൊരു തക്കാളിയാണ്. ഇനി ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. അടുത്തതായിട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ പൊടികൾ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം. ഇനി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ബീഫ് അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി തവി ഉപയോഗിച്ചൊന്ന് അത്യാവശ്യം ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കാനും ഒന്നുകൂടെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാനായിട്ടും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. മസാല ദോശയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തുറന്നു വെച്ച് തന്നെ ബീഫിലെ വെള്ളം ഒന്ന് അത്യാവശ്യം വറ്റിച്ചെടുക്കണം. ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പരുവം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ പരത്തിയെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നല്ല തിന്നാക്കി പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി പരത്തിയെടുത്ത ദോശയിലേക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ നിന്ന് കുറച്ചെടുത്ത് ദോശയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് എടുക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് മസാല വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ ബീഫ് മസാല വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബീഫും പൊറോട്ടയും പോലെ തന്നെ അടിപൊളി കോമ്പിനേഷനാണ് ബീഫും ദോശയെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ബുൾസൈ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ബീഫ് മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഒരു മുളക് ചട്നിയുടെ കൂട്ടത്തിലാണ് ഞാൻ ഈ മസാല ദോശ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്